ഹലോ ഗായ്സ്, ഈ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടാന്ന് കേട്ടിട്ടില്ലേ? അതേപോലെയാണ് കേട്ടോ പെയിൻറ് കിട്ടിയ എൻ്റെ അവസ്ഥ. ഫസ്റ്റ് തന്നെ ഐശ്വര്യമായിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കി തുടങ്ങാമെന്ന് വിചാരിച്ചതാ. ഒന്നിന് പുറകെ ഒന്നായി മണ്ടത്തരങ്ങളോട് മണ്ടത്തരങ്ങൾ. പിന്നെ ഞാൻ ബാച്ചിലർ ഓഫ് മണ്ടത്തരം എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കുന്നതിനുകൊണ്ട് ഇതിൻ്റെ ഫസ്റ്റ് അനുഭവമല്ല, അതുകൊണ്ട് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. ഫസ്റ്റ് തുടങ്ങിയ തന്നെ ഡാർക്ക് ബ്ലൂവിനെ വീണ്ടും ഡാർക്കാക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കൊണ്ട് മിക്സ് ചെയ്തു. പിന്നെ പെയിൻറ് ചെയ്ത് നോക്കുമ്പോഴാണ് അത് ബ്ലാക്ക് പോലെ ഉണ്ട്. അങ്ങനെ പിന്നെ ഫസ്റ്റത്തെ ബ്ലൂ തന്നെ ബേസായിട്ട് കൊടുത്തു. സെൻറ്ററിൽ ഗ്രീൻ കൊടുക്കാൻ വേണ്ടിയിട്ട് യെല്ലോവും ബ്ലൂവും കൂടെ മിക്സ് ചെയ്ത് ഗ്രീൻ ആക്കിയപ്പോഴാണ് ദേ മുറ്റത്തൊരു പച്ച. അങ്ങനെ സെൻറ്ററിൽ ഗ്രീൻ കൊടുത്തു. ഈ ഫ്ലവർ വരയ്ക്കാനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ 6 പെറ്റൽസും സെയിം രീതിയിൽ വരച്ചെടുക്കാനൊരു പ്രശ്നമാണ്. എന്തായാലും അതിൻ്റെ ഇടയിൽ വയലറ്റ് കൊടുക്കാമെന്ന് വെച്ച് ഞാൻ റെഡും ബ്ലൂവും മിക്സ് ചെയ്ത് വയലറ്റാക്കി അടിച്ചു നോക്കിയപ്പോൾ ദേ വീണ്ടും പണിവാളി. ഈ പെണ്ണിതെന്താ കളിക്കുന്നതെന്നല്ലേ ഞാനും അതാ ആലോചിക്കുന്നത്. ഞാനിത് എന്തൊക്കെയാണ് കളിക്കുന്നത്. അങ്ങനെ വയലറ്റിന് പകരം റെഡ് കൊടുത്തപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ കിട്ടി. എൻ്റെ മൈൻഡിൽ ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ എത്ര ഈസി ആയിരുന്നു എന്നറിയോ? റിയാലിറ്റിയും എക്സ്പെക്റ്റേഷനും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ചിലപ്പോൾ ഈ കളർ കോമ്പിനേഷൻ വളരെ വിയേർഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ലാസ്റ്റിലോട്ടേക്ക് എത്തുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നില്ലേ, ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ. ഫ്ലവറിൻ്റെ ഈ ഭാഗം കളർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഡാർക്ക് ബ്ലൂവിനെ ഡാർക്കാക്കിയ പെയിൻ്റാട്ടോ ഞാൻ യൂസ് ചെയ്തത്. എല്ലാം യോജിപ്പിച്ച് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട.